മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരായ ജനങ്ങളും വളരെയധികം താമസിക്കുന്ന ഒരു പ്രദേശമാണ് ചെല്ലാനം ഗ്രാമപഞ്ചായത്ത്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ UDF സാരഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. VT ആന്റണി. ആന്റണി ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്ത് പറയുന്നു നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഇറങ്ങുമ്പോൾ? ഞങ്ങള് UDF ഈ തവണ ചെല്ലാനം മണ്ഡലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 12 വാർഡുണ്ട്. 12 വാർഡും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള പോരാട്ടത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 2020 എന്നും പറഞ്ഞ ഒരു വിഭാഗം വന്നിരുന്നു. അത് 2020 എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികസനത്തിന് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിയാണ് ആ 2020 പോയത്. CPM അന്നും CPM ഇവിടെ വിജയിക്കുന്ന പോലെ വിജയിച്ചു. എന്നാൽ കോൺഗ്രസ് അത്തരത്തിൽ ഇവിടെ വളരെ മോശമായ ഒരവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആകമാനം സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഇത്രയും വലിയ ഒരു പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പില്ല. ഈ 12 വാർഡിലും ഞങ്ങൾ ആധിപത്യം നിലനിർത്തും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഇവിടെ ധാരാളം വികസന കാര്യങ്ങളുണ്ട്. ഈ ചെല്ലാനം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു കുടുംബാരോഗ്യ കേന്ദ്രവുമുണ്ട്. 2 അടച്ചുപൂട്ടിയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് 4 വർഷം പിന്നിട്ടു. മറ്റേ പ്രാഥമികാരോഗ്യ കേന്ദ്രം വേറെ ഒരു 2.5 വർഷം പിന്നിട്ടു. എന്നിട്ടും ഇത് കണ്ണും പൂട്ടി നിൽക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും ഈ സർക്കാരും ഈ തീരദേശ ജനതയെ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ഈ പ്രദേശത്തെ അവർ 100% അവഗണിക്കുകയാണ്. ഈ നാട്ടിൽ മുഴുവൻ ആക്ഷേപത്തിൻ്റെ തിരയടിയാണ്. തീർച്ചയായിട്ടും പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ വലിയ മാറ്റൊലി ഇതിലുണ്ടാകുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ 2020യോട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ഭരണത്തിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിരുന്നല്ലോ. കഴിഞ്ഞ ഭരണസമിതിയിൽ CPMനെ ഇവിടെ ഭരിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അതിനു മുമ്പ് ഭരിച്ചപ്പോഴും CPM ഇവിടെ നാട്ടിൽ വേണ്ടെന്ന യാതൊരു കാര്യവും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് 2020 പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ഭരണസമിതിയെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്നാൽ അങ്ങനെ വന്നിട്ടും ഈ ഭരണസമിതിയെ എല്ലാ രീതിയിലുള്ള ചതിവിലൂടെ കൂടി മറിച്ചിടാനും കോൺഗ്രസിൻ്റെ ആളുകളെ എല്ലാം ചതിവിലൂടെ 2020 ആളുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് UDFിന് അനുകൂലമായ ഒരു ഭരണസമിതി ഉണ്ടായത്, ഔട്ടായത്. അതിനുശേഷം വീണ്ടും LDFിൻ്റെ ഭരണസമിതി വന്നു. ഇവരെ LDFിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും ഈ നാടിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വികസനത്തിന് അവർക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ എന്തെങ്കിലും വികസനം ചെയ്തിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയാണ്. പിന്നെ പദ്ധതി വിഹിതം, സർക്കാരിൻ്റെ പദ്ധതി വിഹിതം ഇവിടെ സർക്കാരിൽ നിന്ന് അനുവദിക്കുന്നത് പോലും കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുതിയൊരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അടുത്ത പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും എന്തെല്ലാം വികസന കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഈ വാർഡിന്റെയും കാര്യത്തിൽ അവതരിപ്പിക്കാൻ? ഞങ്ങള് ഈ പഞ്ചായത്തിന്റെ കാര്യത്തില് ഒരു പ്രാഥമിക ആശുപത്രിയും ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും ഞങ്ങൾ സജീവമായിട്ട് അടിയന്തരമായിട്ട് പ്രവർത്തനം കൊണ്ടുവരും. ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ MP ഹൈബീഡൻ 3 കോടി രൂപ അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ട് പോലും അത് ഉൾക്കൊണ്ട് വാങ്ങാൻ കഴിയാഞ്ഞവരാണ് ഇന്നത്തെ ഭരണസമിതി. അതുകൂടാതെ തന്നെ കണ്ടക്കടവ് ആശുപത്രിക്ക് 1,50,00,000 രൂപ സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ട് ആ ഫണ്ട് മണ്ണ് പരിശോധന മാത്രം നടത്തി ബാക്കി ഫണ്ട് ലാപ്സാക്കി കളയാണ് ഉണ്ടായത്. ഇത്തരം ഭരണസമിതിയെ ഈ നാടിന്, ഈ ചെല്ലാനത്തെ പാവങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തെക്കേ ചെല്ലാനത്തെ മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡും ഈ 2 ആശുപത്രികളും ഈ പഞ്ചായത്തിന്റെ പരിധിയിൽ അടിയന്തരമായി ഞങ്ങളുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഒരു പെട്രോൾ പമ്പും
തുടങ്ങുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു മാറ്റത്തിന്റെ ശൃംഖല സൃഷ്ടിക്കും. അത് കൂടാതെ തന്നെ ഞാൻ ഈ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. തൊട്ടപ്പുറം വടക്കുവശം കാണുന്ന 20-ാം വാർഡും തെക്കുവശം കാണുന്ന 13-ാം വാർഡും ഞങ്ങൾ ജോയിന്റ് ആയിട്ട് ഒരു ഗ്രാമീണ ടൂറിസം പദ്ധതി എന്ന് വെച്ചാൽ നിലവിലുള്ള സീവാളിന് അരികിൽ കൂടി ഒരു 6 മീറ്റർ റോഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ റോഡിന്റെ കിഴക്കുവശം ഹോം സ്റ്റേകളും മറ്റു പല കെട്ടിടങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കും. ഇപ്പോൾ വേളാങ്കണ്ണിപ്പള്ളിയിൽ നിന്നൊരു റോഡ് ബീച്ചിലേക്കുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറം മാറി ജോൺ ചെല്ലാനം എന്ന് പറഞ്ഞ കാളിപ്പറമ്പിൽ ജോൺ ചെല്ലാനത്തിന്റെ റോഡുണ്ട്. ആ റോഡും ബീച്ചിൽ ചെന്ന് ചേരും. അതിനുശേഷം വി സെബാസ്റ്റ്യൻ സാറിന്റെ വീടിനരികിൽ കൂടി ഒരു റോഡുണ്ട്. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും CSR ഫണ്ടെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു റോഡാക്കി മാറ്റി അതും ബീച്ചിലേക്ക് എത്തിക്കും. അതിനുശേഷം പിന്നെ വരുന്നത് കോർട്ടിനയുടെ തൊട്ട് തെക്കുവശം കൂടി ഒരു റോഡുണ്ട്. ആ കോർട്ടിനയുടെ തെക്കുവശം കൂടിയുള്ള റോഡും ബീച്ചിലെത്തി ബീച്ചിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വളരെ മനോഹരമായ ഒരു റോഡാക്കി മാറ്റും. അതിനുശേഷം പിന്നെ വരുന്ന റോഡ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിന്റെ അരികിൽ കൂടിയാണ്. പടിഞ്ഞോട്ടുള്ള ആ റോഡും ഞങ്ങളെ ബീച്ചിലേക്ക് എത്തിക്കും. ബീച്ചിലേക്ക് എത്തിച്ച് അതെല്ലാം ഞങ്ങള് ഏതെങ്കിലും CSR ഫണ്ട് തരുന്ന കമ്പനികളെ സമീപിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലൈവിന്റെ വീടിന്റെ അപ്പുറം വടക്കച്ചെല്ലാനം പള്ളിയുടെ ഇപ്പുറം ഒരു റോഡുണ്ട്. ശ്രീ ആന്റണി ക്ലൈവിന്റെ പുത്തമ്പറമ്പിൽ ആന്റണി മാഷിന്റെ വീടിന്റെ ഇടയിൽ കൂടി ഒരു റോഡ്. ആ റോഡും മനോഹരമായി ബീച്ചിലെത്താനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ വേളാങ്കണ്ണിപ്പള്ളിയും സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ ഇടയിൽ ഒരു വലിയ ടൂറിസ്റ്റ് മേഖലയായി വളർത്തിക്കൊണ്ടുവരുവാൻ ഈ 5 കൊല്ലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഇവിടെ സൃഷ്ടിക്കുവാൻ ഈ വാർഡിലെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. അതുകൂടാതെ ഇന്നത്തെ നിലവിലുള്ള വാർഡ് മെമ്പറിന്റെ വീട്ടിലേക്ക് 2 ഗണപതികാട് പാടശേഖരങ്ങൾ, B പാടശേഖരം, A പാടശേഖരം, അതിൻ്റെ നേരെ കിഴക്കോട്ടൊരു റോഡ് പണിതാൽ തീർച്ചയായിട്ടും ചക്കരച്ചാല് വരെ ആ റോഡെത്തും. ചക്കരച്ചാല് വരെ എത്തിയാൽ നമുക്ക് അവിടെയെല്ലാം ഫാം ടൂറിസം, വളരെ നല്ല രീതിയിൽ ഫാം ടൂറിസം നടത്താൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉള്ളിലെ ചിന്തകളും UDFന്റെ പ്രതീക്ഷകളുമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത്, ഈ ചെല്ലാനം പഞ്ചായത്ത് ഇവിടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികവാർന്നൊരു പഞ്ചായത്താക്കി കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ പ്രവർത്തനവും ഞങ്ങൾ നടത്തും. എന്നാലും ഇത് നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ടൂറിസം ഡെവലപ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ആസ്തി ഫണ്ടുകൾ കൂടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പഞ്ചായത്തിന്റെ വികസന സാധ്യതകൾ കൂടുകയാണ്. ഇവിടെ സാധാരണക്കാരന് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനൊക്കെ സാധിക്കുന്നൊരു ചിന്താഗതിയാണ് UDFന്റെ ആ ഒരു നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് താങ്കൾ അവതരിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലെ ഒരു വലിയ മാറ്റം ഈ ഒരു പഞ്ചായത്തിലും അതുപോലെ തന്നെ സ്വന്തം വാർഡിലും ഉണ്ടാക്കി ഈ ഒരു നമ്മുടെ ചെല്ലാനം തീരം മേഖല അത് ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാനായിട്ടുള്ള വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് VT ആന്റണി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വം കടന്നു വരുന്നത്. അദ്ദേഹം വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരുമുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും എല്ലാ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴുള്ള ആ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മെട്രോ7 ന്യൂസിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റബല്ലോ.